ബേസിൽ എന്ന് പറഞ്ഞ പര്യായങ്ങൾ അടിപൊളി, ഫൺ, വിറ്റി, ചിരി, അങ്ങനെയുള്ള എല്ലാ പര്യായത്തിൽ നിന്നും മാറി ഒരു ബേസിലിനെ എനിക്കറിയാമോ? എന്നെ പരിചയപ്പെടുത്തി തരാമോ? ഇതിൽ നിന്നും മാറി ഒരു ക്യാരക്ടർ ഉണ്ടോ ബേസിലിന്? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഈ പറയുന്ന ടെൻഷൻ, പാനിക്, അങ്ങനത്തെ മോഡൊക്കെ ഉണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മോൺസ്റ്റർ ആവും. ഞാൻ വിചാരിച്ചേ പണ്ട് ടോവിനോ ഒരു സാധനം പോസ്റ്റ് ചെയ്തു, നിങ്ങൾ ഇവിടെ കണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഫൈറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ ഇരുന്ന് പഴം തന്നെയാണ്. ഇത്ര ഈസി കൂളാണോ ഡിറക്ടർ എന്ന് വിചാരിച്ചു. അല്ല, അതങ്ങനെ എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റണമെന്നില്ല. അത് അങ്ങനത്തെ സാഹചര്യങ്ങൾ അവൻ ക്യാപ്ചർ ചെയ്തേ ഉള്ളൂ. അല്ലാത്ത മൊമെന്റ്സ് അവൻ ക്യാമറ കാര്യങ്ങൾ ഫുഡ് നല്ല ഫുഡ് കൃത്യസമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല കറക്റ്റ് സമയത്ത് നല്ല ഫുഡ് വേണം, നല്ല ഉറക്കം കിട്ടണം, 7 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം. പറ്റിയ ജോലി സിനിമ 7 മണിക്കൂർ തന്നെ കിട്ടും. അതാ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം. അതാ ഉറക്കമൊന്നും, ആ ഉറക്കത്തിന്റെ റുട്ടീനേ മാറിപ്പോവും. രാത്രി ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ട് രാവിലെ വരും, രാവിലെ വന്നു കഴിയുമ്പോൾ ഉറക്കം കിട്ടൂല. അത് കഴിഞ്ഞിട്ട് അന്ന് പകൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ചെല്ലുമ്പോൾ ഉറക്കം കിട്ടൂല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. 2 മണി വരെ ഷൂട്ട്, 6 മണി വരെ ഷൂട്ട്, ഉച്ചയ്ക്ക് ഷൂട്ട്, വൈകുന്നേരം ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം മാറി. അപ്പോൾ ഉറക്കത്തിന്റെ സൈക്കിളൊക്കെ ബ്രേക്ക് ആകും. അപ്പോൾ പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടില്ല. അപ്പോൾ ബേസിക്കലി നെറ്റ് എഫക്റ്റ് ഒരു 4 മണിക്കൂർ ഉറക്കം കിട്ടുന്ന രീതിയിലാണ് ഫുൾ ത്രൂ ഔട്ട് ഷൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ആ ഒരു മൂഡ് ഔട്ട് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പ്രഷർ, മറ്റേ ആൾ വന്നില്ല, അത് വന്നില്ല, അത് മറ്റേത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ ദിവസം ഇത് തീർക്കണം, മറ്റേ ദിവസം അത് തീർക്കണം, അടുത്ത ആഴ്ചത്തെ എൻ്റെ ഡേറ്റിൽ മറ്റേത് അവിടെ ക്ലാഷ് വന്നിട്ടുണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ജൂനിയേഴ്സ് അത് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം കൂടി ഇതുമായിട്ട് പോയി ചെന്ന് നിൽക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അത് പോവും. എനിക്ക് ഈ പറയുന്ന മോൺസ്റ്റർ ആവും. വൈഫ് എപ്പോഴും അങ്ങനെ പറയും, ഓ മോൺസ്റ്റർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങനെയാവും. ഏഡീസിനൊക്കെ പേടിയാ. അപ്പൊ അതായത് ആ മൊമെന്റ്, ആ സിറ്റുവേഷൻ. പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഈസി, എല്ലാവരും ഭയങ്കര നല്ല ഇതിൽ തന്നെയാണ്. പക്ഷെ അല്ലാത്ത സമയത്ത് അപ്പൊ അവർക്കും അറിയാം അത് ഇത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രഷറിൽ എല്ലാവരും പോയാലേ ഇങ്ങനത്തെ സിനിമയൊക്കെ സമയത്ത് തീരുള്ളൂ. അല്ലാതെ നമ്മൾ ഈസി ഗോയിങ് ആയിട്ട് ഞാൻ പഴം മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും പഴം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ